ഹായ്, ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെ കാണുക. എൻഡിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയേക്കുന്നത് കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള ലിമർട്ടി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് വേറെ ആരുടെയും അല്ല, നമ്മുടെ കോസ്മെറ്റിക് ബ്രാൻഡ്സിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള, അതിൻ്റെ പ്രൈസിലാവട്ടെ അതിൻ്റെ ക്വാളിറ്റിയിലാവട്ടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സീസ് ബ്യൂട്ടിയുടെ ഇവൻ്റ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ വന്നേക്കുവാണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഉള്ളതാണ്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, പക്ഷെ ഞാനിവിടെ ഫസ്റ്റ് ടൈമായിട്ട് വന്നേക്കും. അപ്പോൾ അത് കാരണം എന്നെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറക്കി കാണിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷേ എവിടെ പോയാലും ഈ ഇവൻറ്റിലൊക്കെ പോകുമ്പോഴേക്കിനും ഈ ഫോണും കയ്യെ പിടിച്ച് നടക്കുന്ന ഹസ്ബൻഡ്സാണ് നിങ്ങൾക്കും ഉള്ളതെങ്കിൽ പ്ലീസ് മെൻഷൻ ഡോൺ കമൻറ്റ്. നമുക്കൊരു പ്രൈവസി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇതൊന്നും ആസ്വദിക്കാനായിട്ട് പുള്ളിയെ കിട്ടാറില്ല. അതിപ്പം നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും സെയിം ടു സെയിം എപ്പോഴും ഫോൺ കയ്യിൽ കാണും. ഫോൺ കയ്യെ കാണുമെന്ന് പറഞ്ഞത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമെന്നല്ല. ഇപ്പം ഞാൻ ഗുസ്തി പിടിച്ചപ്പോഴേക്കിനും ഒന്ന് ഓഫാക്കിയതാ. എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഗുസ്തി പിടിച്ചപ്പോഴേക്കിനും ഫോൺ ഓഫാക്കി ഇപ്പം എൻ്റെ കൂടെ വരുന്ന ഈ വരക്കമാണ്. ഇവിടുത്തെ നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇവിടെ ആയിട്ട് ചെറിയ ഒരു ലേക്ക് സൈഡ് പോലെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ നമ്മൾ ഇതിന് പോയില്ലേ, എന്തായിരുന്നു അത്, നമ്മൾ മെറൈൻ ഡ്രൈവിൽ പോയിട്ട് ഒരു ബോട്ടിങ്ങിന് ഒരു ചുറ്റിക്കറക്കം വരത്തില്ലേ, അങ്ങനെ വരുമ്പോഴേക്കിനും നമുക്ക് ഈ ഹോട്ടലിൻ്റെ സൈഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ട്, ഇവിടെ ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞങ്ങൾ അതിനൊന്നും പോയില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇവിടെ ഒരു പൂളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതും തപ്പി ഇങ്ങനെ നടക്കുവാണ്. ദേ കണ്ടോ, ഫോൺ കണ്ടോ, കയ്യിലൊക്കെ കണ്ടോ, ഇതാണ് അവസ്ഥ. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. നല്ല കാറ്റും നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് രാത്രിയിലൊക്കെ ഈ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഭംഗിയായിരിക്കും. നമുക്ക് ആ സമയം നമ്മൾ അകത്തായിരിക്കും, നമ്മൾ ആ മീറ്റിംഗ് തുടങ്ങിയതിൻ്റെ അകത്തായിരിക്കും. നമുക്ക് ആ സമയം പിന്നെ വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അത് കാരണമാണ് ഇപ്പം ഇങ്ങനെ ഒരു ചുറ്റിക്കറക്കത്തിന് ഇറങ്ങിയേക്കുന്നത്. നമ്മൾ പൂളിൻ്റെ ആ സൈഡിലെത്തി. പൂളിൻ്റെ അവിടെ ഞങ്ങൾ ചെന്നപ്പോഴേക്കിനും കുറച്ച് പേരൊക്കെ അവിടെ പൂൾ സൈഡിലുണ്ട്. അത് കാരണം അവരുടെ പ്രൈവസിയെ ബാധിക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ഇവിടെ ലിമർട്ടി എന്ന് എഴുതിയ ഒരു ചെറിയ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു ബോർഡൊക്കെ ഉണ്ട്. ആ വിളക്ക് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. അത് വിളക്കല്ല, അത് ജസ്റ്റ് വിളക്കിൻ്റെ മോഡലിൽ ചെയ്തിട്ട് LED ലൈറ്റ് കവർ ചെയ്തേക്കുക. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. ആ ലൈറ്റിൻ്റെ മുഖത്തടിച്ചപ്പോൾ ഏതാണ്ട് പ്രേതം കണക്കിനുണ്ടല്ലേ. പിന്നെ വേണ്ട നമ്മൾ അകത്ത് കയറി, അകത്ത് വന്നു. നമ്മളിപ്പം മീറ്റിംഗ് ഏകദേശം സ്റ്റാർട്ടാവുകയാണ്. പത്രദീപം കൊളുത്തി അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു സെക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരുടെയും, അതായത് മുഴുവൻ ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, നമ്മുടെ ബെസ്റ്റ് ഡീലേഴ്സും അതുപോലെ തന്നെ ബെസ്റ്റ് റീറ്റെയിലേഴ്സിൻ്റെയും മീറ്റിംഗ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അതുമായിട്ടനുബന്ധിച്ച് ബെസ്റ്റായിട്ടുള്ള ഡീലേഴ്സ് അതുപോലെ തന്നെ റീറ്റെയിലേഴ്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിസ് ബ്യൂട്ടിയുടെ മെയിൻ ആൾക്കാർ അങ്ങനെ വന്ന് നിന്ന് അവരുടെ സ്പീച്ചൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ ആഡാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ. അപ്പം അതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് അവരുടെ ഓരോ പ്രോഫിറ്റിൻ്റെ കാര്യവും നമുക്ക് പുതിയതായിട്ട് അവരുടെ ലോഞ്ച് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്. അപ്പം നമുക്ക് അവരുമായിട്ടും, അതായത് സിസ് ബ്യൂട്ടിയും റീറ്റെയിലേഴ്സും ബ്രാൻഡഡ് ആയിട്ടുള്ള ആ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു ഇപ്പം നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വിനോദ് ദി മെൻ്റലിസ്റ്റ്, പുള്ളിയുടെ ഒരു ചെറിയൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇടയ്ക്ക് നമ്മൾ ഈ സിസ് ബ്യൂട്ടിയെ കുറിച്ചിട്ട് നമ്മൾ കേട്ടോണ്ടിരുന്നപ്പോൾ പുള്ളി ഇതിൻ്റെ ഇടയിലൊക്കെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ വാച്ച് ചെയ്യുവാണെന്നോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ആ ഒരു കണക്ഷന് വേണ്ടിയിട്ടാണെന്നോ നമ്മൾ അപ്പോൾ അറിഞ്ഞില്ല. പുള്ളി സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോഴേക്കിനുമാണ് മനസ്സിലായത്. ഞാനും എൻ്റെ കൊളീഗ്സും ഒക്കെ പെട്ടെന്ന് തന്നെ ഔട്ടായി. ഒരു ഗെയിമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഔട്ടായി. പക്ഷെ പോരാടി നമ്മുടെ പോരാളി ഏറ്റവും അവസാനമാണ് ഔട്ടായത്. ഇനി സ്പെഷ്യാലിറ്റി ഇതാണ്. ആസ് എ വൈഫ് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. നമുക്ക് അവർ നല്ല റീറ്റെയിലേഴ്സ് ആയതിൻ്റെ ഒരു മൊമെൻറ്റും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ്സും ഒക്കെ തന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.